ഹല്ലേലൂയ. വലതുകരം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാരഹസ്യങ്ങളെ ധ്യാനിക്കുന്ന നോമ്പുകാലത്താണ് നമ്മൾ. ഈ സമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നോമ്പുകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന. ഈ കാലയളവിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെയല്ല നോമ്പുകാലത്ത് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ എരിവ് എന്തുമാത്രം വർദ്ധിപ്പിക്കാമോ, പ്രാർത്ഥനയുടെ ശക്തി, തീക്ഷ്ണത എത്രമാത്രം വർദ്ധിപ്പിക്കാമോ അത്രമാത്രം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലയളവാണ് ഈ നോമ്പുകാലം. നാളെ പാതി നോമ്പാണ്, പകുതി ദിവസങ്ങൾ കഴിഞ്ഞു, ഇനിയും പകുതി ദിവസങ്ങളിലൂടെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥനയുടെ സമയം ദൈർഘ്യം കൂട്ടണം, പ്രാർത്ഥനയുടെ ശ്രദ്ധ കൂട്ടണം, പ്രാർത്ഥനയുടെ എരിവ് തീക്ഷ്ണത കൂട്ടണം, അത് നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയ്ക്ക് സമയം കൂടുതൽ കണ്ടെത്തണം എന്ന് പറയാനൊരു കാര്യമുണ്ട്. അതായത് ഈ കാലഘട്ടം മറ്റെല്ലാ കാലഘട്ടം പോലെ അല്ല, നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള ആളുകളെ നമുക്ക് കാണാം. പ്രസംഗിക്കുന്നവരുണ്ട്, പാട്ടുപാടുന്നവരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ ശുശ്രൂഷകൾ, ജീവകാരുണ്യം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറയാണ്. അപ്പോൾ അവിടെയാണ് എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ പള്ളി നിറച്ച് കവിഞ്ഞ് ഇങ്ങനെ ആളുകളിരുന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. അതിൽ വലിയൊരു ദൈവ കൃപ ഉണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം പ്രാർത്ഥിക്കാനാണ് വരുന്നത്. ഇവിടെ വരുന്നവരൊന്നും വെറുതെ വന്നിട്ട് പോകുന്നവരല്ല. പണ്ടൊക്കെ പറയണമായിരുന്നു ഹല്ലേലൂയ എന്ന് പറയാൻ, പക്ഷേ ഇന്ന് പറയുന്നതിന് മുമ്പേ ഹല്ലേലൂയ എന്ന് പറയും. കാരണം പ്രാർത്ഥിക്കാനാണ് വരുന്നത്, അതെല്ലാവരും ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ എരിവ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇനിയും കൂട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊരു പക്ഷേ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകാം, എങ്കിലും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതായതുകൊണ്ട് പ്രാർത്ഥന കുറഞ്ഞു പോകാൻ സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട്. നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥന കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന ഒരു അവസരം ദൈവം നമുക്ക് തരുന്ന കാലയളവാണ്. പ്രാർത്ഥനയ്ക്ക് നോമ്പുകാലം കൂടുതൽ പ്രാർത്ഥിക്കാൻ, അത് നമ്മൾ വിലപ്പെട്ടതായി കണ്ട് നമ്മൾ ആ അവസരം നിഷേധിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നിഷേധിക്കരുത്. പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു അവസരം തരുമ്പോൾ നമ്മൾ നോ പറയരുത്. കാരണം പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ നമ്മൾ പിഴ കെട്ടേണ്ടി വരും. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ പിഴ കെട്ടേണ്ടി വരും. ഇതാരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പത്രോസ്ലീഹായാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് മക്കളെ പ്രാർത്ഥിക്കണം. നോമ്പുകാലം പ്രാർത്ഥനയുടെ കാലമാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. പത്രോസിൻ്റെ ഒരു നോമ്പുകാല ഉപവാസകാലമായിരുന്നു ഗത്സമേൻ തോട്ടത്തിൽ. ഈശോ ഗത്സമേൻ തോട്ടത്തിൽ വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഉറങ്ങരുത്. തട്ടി ഉണർത്തി 3 തവണ. എന്നിട്ട് പറഞ്ഞു, എഴുന്നേക്ക്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ കർത്താവ് പോകുന്ന സമയത്ത് പത്രോസ് വീണ്ടും ഉറങ്ങിപ്പോയി. പത്രോസ് ഉറങ്ങിയത് കൊണ്ട് പത്രോസിന് പിഴ കെട്ടേണ്ടി വന്നു. കാരണം കർത്താവിനെ ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിടിച്ചുകൊണ്ടുപോയി വല്ലാതെ പീഡിപ്പിച്ചു. ഇത് കണ്ടിട്ട് പത്രോസ് മാറി നിന്ന് കർത്താവിനെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കേണ്ടി വന്നു. അവിടെയുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി പത്രോസിനോട് ചോദിച്ചു, നീയും ഗലീലിയക്കാരനല്ലേ, നസ്രായൻ്റെ കൂടെ ഉള്ളവനല്ലേ? യാതൊരു ഉളുപ്പുമില്ലാതെ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നേയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നാൽ പിശാച് ഗോതമ്പിട്ട് പാറ്റിക്കൊഴിക്കുന്നത് കണക്കെ, മുറത്തിലിട്ട് പാറ്റുന്ന കണക്കെ നമ്മളെ പാറ്റിക്കൊഴിക്കും. കർത്താവ് പറഞ്ഞു, പത്രോസേ നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിശാച് നിന്നെ
മുറത്തിൽ ഗോതമ്പിട്ട് പാറ്റുന്ന കണക്കെ പാറ്റിക്കൊഴിക്കും. ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ പത്രോസ്, നീ പ്രാർത്ഥിക്കണം. പത്രോസ് പറഞ്ഞ, കർത്താവേ, നിനക്കറിയാത്തതുകൊണ്ടാണ്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന് തന്നെ തെളിയിക്കും. നീ എന്നെ ഉപേക്ഷിക്കുക മാത്രമല്ല, തള്ളിപ്പറയും. അറിയത്തേയില്ല. 3.5 വർഷം ഉടുത്ത് കൂടെ നടന്ന, കൂടെ കിടന്നുറങ്ങിയ, കർത്താവിൻ്റെ ചങ്കോട് ചേർന്നിരുന്ന പ്രിയപ്പെട്ട പത്രോസ് പറയാണ്, അറിയുന്നേയില്ല കർത്താവിനെ. കാരണം എന്താ? എല്ലാം ഉണ്ട്, പക്ഷെ പ്രാർത്ഥന ഇല്ലാതായിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതറിഞ്ഞ പത്രോസ് എന്ത് ചെയ്തു? ആദ്യമേ തൻ്റെ ലേഖനം എഴുതുമ്പോൾ, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുകയാണ്, മക്കളെ, എനിക്കൊരബദ്ധം പറ്റി. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ പത്രോസ് ആകപ്പാടെ 2 ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പത്രോസ് പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ? മക്കളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചോണേ. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പത്രോസേ, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. ഇത് കേട്ട് പത്രോസ് ലേഖനം എഴുതി. സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ലേഖനം എഴുതിയിട്ട് പറഞ്ഞു. കാരണം കർത്താവ് പറഞ്ഞു, തിരിച്ചു വന്ന്, തള്ളിപ്പറഞ്ഞവനോട് പറയണം, നീ തിരിച്ചു വരണം പത്രോസേ, വന്നിട്ട് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്താൻ പത്രോസ് എഴുതിയ ലേഖനമാണ് 1ഉം 2ഉം ലേഖനങ്ങൾ. 2 ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൂ. അതിനകത്ത് 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ 1 പത്രോസ് പറയാണ്, സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് മക്കളെ, ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ജാഗരൂകതയോടെ പ്രാർത്ഥിച്ചില്ല. എൻ്റെ സമചിത്തത നഷ്ടപ്പെട്ടു പോയി. പല വിചാരം വന്നു. അതുകൊണ്ട് എനിക്ക് പറ്റാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പത്രോസ് പറയാണ്, സകലത്തിൻ്റെയും അവസാനം അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയുടെ എരിവ് കൂട്ടണം. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നോമ്പ് കാലം, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എന്തുമാത്രം അവസരം കിട്ടുമോ അത്രമാത്രം നമ്മൾ വ്യക്തിപരമായി ഈശോയോട് ബന്ധം പുലർത്തണം. കരുണക്കൊന്ത ചൊല്ലി, കുരിശിൻ്റെ വഴി നടത്തി, ജപമാല ചൊല്ലി, യാമനമസ്കാരങ്ങൾ നടത്തി, അവരവരുടെ പള്ളികളിൽ പോയി ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച്, സന്ധ്യാനമസ്കാരങ്ങൾ നടത്തി, വചന ശുശ്രൂഷകൾ ദൈവം ഒരുക്കുന്നിടത്ത്, എപ്പിസ്കോപ്പൽ സഭകളുടെ വചന ശുശ്രൂഷകൾ ഇവിടെ പോയി വചന വ്യാഖ്യാനങ്ങൾ തിരിച്ചറിഞ്ഞ് കേട്ട് ധ്യാനിച്ച് പ്രിയപ്പെട്ട മക്കളെ അഭിഷേകം പ്രാപിക്കണം. വലുതേരം വലുത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം? ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതം ഓക്കെ ആയിരിക്കും. ഇപ്പം നമ്മുടെ ജീവിതം ആരോഗ്യമുണ്ട്, വലിയ രോഗമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, സമാധാനത്തോടെ പോവുകയാണ്. പക്ഷേ ഇതായിരിക്കത്തില്ല നാളത്തെ നമ്മുടെ ജീവിതം. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ക്ഷീണത്തിൻ്റെ കാലയളവുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ സങ്കടത്തോടെ വന്നിരിക്കുന്നവരുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം അങ്ങനെ ആയിരുന്നില്ല, കഴിഞ്ഞ വർഷവും അങ്ങനെ ആയിരുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങൾ കൈപ്പിടിയിലായിരുന്നു, അവരുടെ ജീവിതസഖി ഇത്രമാത്രം വീണുപോയിരുന്നില്ല, അവരുടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞിരുന്നില്ല, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. എന്നതുപോലെ ഇപ്പോൾ ആരോഗ്യത്തോടിരിക്കുന്ന, മനസ്സിന് ശക്തിയും ബലവുമുള്ള മക്കളൊക്കെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലയളവായിരിക്കില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പ്രാർത്ഥനയുടെ അവസരങ്ങൾ ഒരുക്കുമ്പോൾ പ്രാർത്ഥിച്ച് 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 ഡിപ്പോസിറ്റ് കൂട്ടണം. പ്രാർത്ഥനയുടെ ഒരു വലിയ ഡിപ്പോസിറ്റ് ആരോഗ്യമുള്ള സമയത്ത് കൂട്ടിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഡിപ്പോസിറ്റിൻ്റെ ഗുണം? ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ ബാങ്കിലുണ്ടെങ്കിൽ ഒരാവശ്യം വന്നാൽ ആവശ്യ സമയത്ത് പോയി വല്ലവൻ്റെ മുമ്പിൽ ഇരക്കണ്ട. എനിക്കൊരു പ്രതിസന്ധി വന്നാൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഗുണം ATM പൈസ വരും. കാർഡിട്ട് എടുത്താൽ മതി. ആരുടെയും മുമ്പിൽ ചെന്നിട്ട് എനിക്ക് 100 രൂപ തരണേ എന്ന് ചോദിക്കണ്ട. ഇതാണ് നിക്ഷേപത്തിൻ്റെ ഗുണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പ്രാർത്ഥനയ്ക്കൊരു ആഹ്വാനം, ഒരു അവസരം ഒരുങ്ങുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് നിൽക്കണം. നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രൈസിസിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടും ഇരക്കാതെ ഈ ഡിപ്പോസിറ്റിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇതാണ് പ്രാർത്ഥന ഒരു നിക്ഷേപമാണെന്ന് പറയാനുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോൾ വന്ന് ആരാധനയിൽ കൂടി പ്രാർത്ഥിക്കുന്നവർക്കൊന്നും വചനബന്ധിതമായി പറയുകയാണ്, ഒരിക്കലും ഒരു പഞ്ഞമാസം ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നുണ്ടത്. ഈ ഡിപ്പോസിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 16-ാം തിരുവചനം. അതായത് ഇങ്ങനെയാണ് വചനം, ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വചനം പറയുകയാണ്, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ്. അപ്പോൾ അന്ധകാരം വരുന്ന ഒരു സമയം ഉണ്ട്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ, ഇരുണ്ട് കിടക്കുന്ന മലകളിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ കാൽപാദം ഇടറും. ആരും ഒരു സഹായമില്ലാതെ ICUയിൽ കിടക്കുന്ന ഒരു സമയമുണ്ടാകും. കയ്യും കാലും കൂട്ടിയിട്ട് കെട്ടിയിട്ടുന്ന സമയമുണ്ടാകും. ഓക്സിജൻ മാസ്ക് വലിച്ചു പറിക്കാൻ സാധ്യതയുള്ള സമയമുണ്ട്. നമ്മളുടെ സ്വരം ഈ ഭൂമിയിലെ എല്ലാവരോടുമുള്ള സംസാരത്തിന് അടയുന്ന ഒരു സമയമുണ്ട്. കാതുകൾ മനുഷ്യ സ്വരത്തിന് അടയുന്ന ഒരു സമയമുണ്ട്. മരണത്തിൻ്റെ തണുത്ത വിയർപ്പ് തലമുടി നാരിഴകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു സമയമുണ്ട്. കാലിൽ നിന്ന് മരണത്തിൻ്റെ തണുത്ത മരവിപ്പ് അരിച്ചു കയറുന്ന ഒരു സമയമുണ്ട്. കണ്ണുകൾ മനുഷ്യൻ്റെ ചിത്രങ്ങൾക്ക്, രൂപങ്ങൾക്ക് അടഞ്ഞു പോകുന്നൊരു സമയം ഉണ്ട്. അതാണ് ഇരുൾ നിറഞ്ഞ മലകളിൽ നമ്മളൊക്കെ ഇടറുന്ന ഒരു സമയമുണ്ട്. എനിക്കുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കുമുണ്ട്. മനുഷ്യൻ്റെ നിയോഗമാണത്. ആ സമയം നമ്മൾ ദൈവമേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ഡിപ്പോസിറ്റ് ശേഖരിച്ച് വെക്കണം. അപ്പോൾ ആ സമയത്ത് ആരും ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കൃപ കർത്താവ് തരും പിടിച്ചു നിൽക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ദൈവവചനമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പരീക്ഷ വന്നു കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയാണ്, അല്ലേ? മാത്സ് ഫിസിക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ വന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, പിള്ളേരുടെ പരീക്ഷയാണേ പ്രാർത്ഥിച്ചു.
കർത്താവ് പറയാണ്, പരീക്ഷയ്ക്ക് മുമ്പേ പ്രാർത്ഥിച്ചു വെച്ചോ. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ നേരത്തെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കണം. സാധാരണഗതിയിൽ ഡോക്ടർമാർ പറയുന്നത് എന്താണ്? ഒരു രോഗി എന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും, എന്താണ് വിഷയം? നടുവേദനയാണ്. ശരി, മരുന്ന് കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ. പിന്നെയും ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? വേദന മാറണില്ല. ശരി, ഒരു സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷനും കഴിഞ്ഞ് എന്നിട്ടും മാറുന്നില്ല. ഡോക്ടർ പറയും, ഇനിയും പ്രാർത്ഥിച്ചു. എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ പറയും, പ്രാർത്ഥിച്ചു. ഫ്ലൈറ്റിൽ പോകുമ്പോൾ വിമാനം ഇങ്ങനെ എയർ ഗട്ടറിലൂടെ കേൾക്കും പോകുമ്പോൾ പൈലറ്റ് പറയും, നമ്മളൊരു ഡേഞ്ചർ സോണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരുപക്ഷെ അപകടം നേരിടേണ്ടി വരും. കുറേ കഴിയുമ്പം പൈലറ്റ് പറയും, റഡാറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഇനിയും പ്രാർത്ഥിച്ചു. തീർന്നു. എല്ലാ വാതിലും അടയുമ്പോൾ ലോകം പറയും, ഇനിയും പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറയാണ്, അങ്ങനെയല്ല. പരീക്ഷ വരും എന്നറിഞ്ഞ് നേരത്തെ പ്രാർത്ഥിച്ചോ. ഇതാണ് ദൈവവചനം. നേരത്തെ പ്രാർത്ഥിച്ച് മക്കളെ ബലപ്പെട്ടു വെക്കണം. അപ്പോൾ നമുക്ക് വലിയ കൃപകൾ. ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബലപ്പെടുന്നത്. ഹല്ലേലൂയ. വലുതരം വരുത്തി ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസിസുകളിൽ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചുറയ്ക്കണം. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ അടുത്ത് കർത്താവ് തിരുസഭയൊക്കെ പറയും, പ്രാർത്ഥിച്ചോ. നോമ്പെടുത്ത് ഉപവസിച്ച് യാമനമസ്കാരങ്ങൾ നടത്തി കൂടുതൽ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ നാളത്തെ അവസരം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ്, അതായത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. ഇടിവെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊരു കുരിശ് വരെയുണ്ട്. കർത്താവ് പറയാണ്, ഇടിവെട്ടുന്നതിന് മുമ്പേ കുരിശ് വരച്ച് വെച്ചേക്ക്. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആരാധനയുടെ ആശീർവാദത്തിലേക്ക് വരികയാണ്. ഈ പ്രാർത്ഥനയുടെ ഒരു വില കൊടുത്ത് പ്രാർത്ഥന. നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ത്യാഗനിർഭരമായ പ്രാർത്ഥനയാണ്. വില കൊടുത്ത് പ്രാർത്ഥിക്കണം. എനിക്കറിയാം നിങ്ങളിവിടെ വന്നിരിക്കുന്ന പലർക്കും നടുവേദന പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ വന്ന് ഈ തറയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വില കൊടുത്തുള്ള പ്രാർത്ഥന. പലർക്കും വേദന, രോഗങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വന്നിരുന്ന് ഈ ചൂടത്ത് ഈ പ്രതിസന്ധികളിൽ വന്ന് ഇതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ദൂരമൊക്കെ യാത്ര ചെയ്യണം, ബസ്സൊന്നും ഇല്ലാത്ത സമയം. എന്നാൽ തന്നെയും പല സ്ഥലങ്ങളിൽ വന്ന് നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കും. ഇന്ന് വന്ന ഒരു ഫാമിലി പറഞ്ഞൊരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ചു. അവർ ചെടുത്തേനിത്തൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങ് ഹരിപ്പാട് നിന്നാണ് വന്നത് അല്ലേ? ഹരിപ്പാട് ആ ചേച്ചിമാരോടെ ഉണ്ടോ? ഹരിപ്പാട് എന്ന് പറഞ്ഞ ചേച്ചിമാർ, ജോളി ചേച്ചിയൊക്കെ വന്നിട്ട് അവിടെ ഉണ്ടല്ലേ? അതാ 2 പേരാണ്. കുമ്പസാരക്കൂട്ടിന് അവിടെ ഇരിപ്പുണ്ട്. അവർ 2 പേരും. അതായത് ചേച്ചിക്കൊരു സ്പൈനൽ കോഡിനൊരു ഓപ്പറേഷൻ. 5 സഹോദരിമാരാണ്. ഇവർ 5 പേര് അവരുടെ മക്കൾ എന്ത് ചെയ്തെന്നറിയാം? രാവിലെ 7 മണിക്ക് ചേച്ചിയെ തിയേറ്ററിൽ കയറ്റിയതാണ് ഓപ്പറേഷൻ. 5 മണിക്കാണ് ഇറക്കുന്നത്. വളരെ ദൈർഘ്യമേറിയ സ്പൈനൽ കോഡിലെ ഒരു സർജറി, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത. ഇവർ 5 പേരുടെ മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു അഭിഷേകം തോന്നി. അതായത് ഇവർ ആ ICUവിൻ്റെ മുൻപിൽ ഇവർ മുട്ടുകുത്തി അതിന് അത്രയും നേരം ജപമാല ചൊല്ലി ബൈബിൾ വായിച്ച്
ആ ഐസിയുവിൻ്റെ മുൻപിൽ ഇതുങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിക്കുകയാണ്, വില കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? അല്ലേ? കേൾക്കണം അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? അതെ അതെ. അതായത് ഈ ഒരു ചേച്ചി അഡ്മിറ്റാണ്. ഇതുങ്ങൾ വേറെ പ്രോഗ്രാംസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഐസിയുവിൻ്റെ മുമ്പിൽ അങ്ങോട്ട് മുട്ടുകുത്തി നിങ്ങളുടെ ചേച്ചിയെ തന്നേ പറ്റും, വില കൊടുത്ത് പ്രാർത്ഥിക്കുക. അതേസമയം ഇവരുടെ ബാക്കിയുള്ളവരൊക്കെ വിദേശത്തൊക്കെ ഉള്ളവർ ആ സമയത്ത് അവിടെ അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ദൈവത്തിന് പിന്നെ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റും, കൃപ കൊടുക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, വില കൊടുത്ത് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കാൻ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശരീരത്തിലെടുക്കുന്ന ത്യാഗം ഇത് സ്വർഗം വിലയിടും. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, കാലുവേദനക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന, ഇരിക്കാൻ വയ്യ, നടുവേദനയാണ്, ഉറക്കം വെടിഞ്ഞ്. ഈ ജാഗരണ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഉറങ്ങണില്ല. ഉറക്കം വന്നാലും ആടി ആടി നിന്ന് പിന്നെയും കണ്ണു തുറന്ന് പിന്നെയും പ്രാർത്ഥന. ഇതാണ് ജാഗരണ പ്രാർത്ഥന. ഇതിന് വിലയുണ്ട്. ഇത് സ്വർഗം വിലയിടും. കാരണം വയ്യ, ഉറക്കമാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാ തന്നെ പാവം വന്നില്ലേ, മുട്ടുകുത്തുന്നില്ലേ, കൈവിരിക്കാൻ പറയുമ്പോൾ കൈവിരിച്ചു പിടിക്കുന്നില്ലേ, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, സാഷ്ടാംഗം പ്രണമിക്കുന്നില്ലേ, കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കണില്ലേ, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നില്ലേ, പാടി പ്രാർത്ഥിക്കുന്നില്ലേ, ഡാൻസ് കളിക്കാൻ പറയുന്നില്ല ഇവിടെ, എന്നാലും അതിനും തയ്യാറാണ്. എന്ന് വെച്ചാൽ നടന്ന് കഷ്ടപ്പെട്ട് വന്ന് വില കൊടുത്ത് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആകാശം ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് മലങ്കര സഭയിലെ ശുശ്രൂഷകൾ, ചെറിയ ശുശ്രൂഷകളാണ്. തുടങ്ങിയത് തീരുന്നതിന് എത്ര മണി, എപ്പോൾ തീരുന്ന ഒരു പിടുത്തവും ഇല്ല. എന്നാലും വന്ന് വയ്യാതിരിക്കുന്നവർ പിന്നെയും വന്നിട്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെല്ലാ അസുഖങ്ങളാണ്. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നവർ 80% രോഗപീഠയുടെ ആക്രമണമേറ്റ് പിടഞ്ഞു വന്നിരിക്കുന്നവരാണ്. പക്ഷേ എന്നാലും വരും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും. ഇതിനിടയിൽ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നു, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. ഇതിൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഈശോയാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. ഈശോ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിരാവിലെ ഉണർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, തലേന്ന് നേരത്തെ കിടന്ന് കാണും ഈശോ, അതുകൊണ്ടായിരിക്കും രാവിലെയൊക്കെ എഴുന്നേക്കാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനല്ല. എൻ്റെ തൊട്ടു മുൻപിൽ നമ്മൾ വായിച്ചാൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ എൻ്റെ തൊട്ടു മുമ്പിലുള്ള വചനത്തിൽ പറയുകയാണ്, തലേന്ന് വൈകിട്ട് ഈശോ എപ്പോഴായിരിക്കും കിടന്നതെന്ന് പറയുന്നത്. അതായത് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞു, രാത്രിയുടെ 1-ാം യാമം തുടങ്ങി. ആ സമയത്ത് രോഗികളും പിശാച് ബാധിതരുമായി എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല. അപ്പോൾ ഈ രാത്രി മുഴുവൻ ശുശ്രൂഷയായിരുന്നു. വളരെ പിശാചുകളെ പുറത്താക്കി. ഒരു പിശാച് പുറത്താകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എനിക്കറിയാം. പൂനെയിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും ദാനിയേൽ പൂർണ്ണത്തിലച്ഛനും കൂടെ ഞങ്ങൾ ധ്യാനം നടത്തുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി മാത്രം വേറൊരു ശബ്ദത്തിൽ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ ശബ്ദം നമുക്ക് വേണ്ട ശബ്ദമല്ലെന്ന്. ഒരു പ്രത്യേക രീതിയിലാണ് സ്തുതി.
അപ്പോൾ അത് കേട്ട് അതിനുശേഷം ആരാധനയ്ക്കിടയ്ക്ക് ഇത് പുറത്തിയാടി. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പിടികൂടി അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു കണക്കിന് ഇതിനെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് പുറത്താക്കി തിരികെ നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് കിടന്നപ്പം 1 മണി കഴിഞ്ഞു. ഒരു പിശാച്, ഒറ്റ പിശാച്. ഇവിടെ കർത്താവ് പറയാണ്, അനേകം പിശാചുക്കളെ പുറത്താക്കി. രാത്രി എത്ര മണിയായി കാണും? എന്നിട്ട് അടുത്ത വചനം പറയാണ്, അതിരാവിലെ ഈശോ ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഇതാണ് ശരീരത്തിൽ വില കൊടുത്ത് പ്രാർത്ഥിച്ച ഒരു ഈശോയാണ് നമുക്കുള്ളത്. ശരീരത്തിൽ വില, മക്കളെ, അതിന് വിലയുണ്ട്. അതിന് കർത്താവ് പ്രതിഫലം തരും. അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ 40 കുമ്പിടിയിലോ പ്രാർത്ഥനയൊക്കെ വേണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. നമ്മുടെ പൂർവികർ അച്ചട്ട് നോമ്പനുസരിച്ച് എത്ര താമസിച്ചാൽ രാത്രി ഈ പ്രാർത്ഥനകൾ നടത്താതെ കിടക്കില്ല. അതിരാവിലെ എഴുന്നേറ്റ് പാടും, മനമേ പക്ഷിഗണങ്ങളുണർന്നിത. ആ പിള്ളേർക്ക് അതറിയത്തില്ല, കാരണം അവർ പാടുന്ന സമയത്ത് തിരിഞ്ഞു കിടക്കും. അപ്പോൾ അമ്മമാർ ശബ്ദം കൂട്ടി പാടും. അപ്പന്മാർ അവർ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഒരു കണക്കിന് എന്നാലും എഴുന്നേൽപ്പിച്ച് പാടിക്കും. അതായത് ഈ പ്രാർത്ഥനയുടെ വില. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി. എന്തുകൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതെന്നറിയാം. ബൈബിൾ പറയാണ്, ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിൽ ഒരു റിമോട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ തീരുമാനിക്കും എന്ത് ചെയ്യണം, സമൂഹത്തിൽ എന്ത് നടക്കണം. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് റിമോട്ട്. പ്രാർത്ഥിക്കുന്നവൻ തീരുമാനിക്കും എൻ്റെ വീട്ടിൽ എന്ത് നടക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ നിശ്ചയിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണം. കാരണം 40-ാം സങ്കീർത്തനത്തിൽ 1-ാം വചനം പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിൻ്റെ അടുത്തേക്ക് ദൈവം ചെവി ചായ്ച്ചു വെക്കും. തേക്ക്, പോസ്റ്റ് ഇതൊക്കെ സൃഷ്ടിച്ചതാ, പക്ഷെ ഇതൊന്നും വളയത്തില്ല. ദൈവം സൃഷ്ടിച്ചതാണ് പോസ്റ്റ്, ദൈവം സൃഷ്ടിച്ചതാണ് വലിയ തേക്ക്. ഇതൊന്നും വളയുകയല്ല. പക്ഷെ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം വളയും, ചായും. എപ്പോഴാണെന്നറിയോ? പ്രാർത്ഥിക്കുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പ് ദൈവം ചെവി ചായ്ച്ചു വെക്കും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ശക്തമായി വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഒരു ഡെപ്പോസിറ്റുകൾ ശേഖരിച്ച് വെക്കണം. അപ്പോൾ ഈ നോമ്പ് കാലം നമുക്ക് വിലപ്പെട്ടതായി സ്വർഗം വിലയിടും. അതുകൊണ്ട് ഈ ദൈവം ഈ നോമ്പുകാലം നമുക്ക് ഇനിയൊരു പാതി നോമ്പ് നാളെ തുടങ്ങുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് അഭിഷേകം. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചേക്കാം, അച്ഛാ ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് കഥയുണ്ടോ? എൻ്റെ വീട്ടിലെ പിള്ളേരുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇതുങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല അച്ഛാ, അതുങ്ങളുടെ വഴിക്ക് നടക്കണം. അതിനെന്താ ഉത്തരമുണ്ട്. ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. പലരും വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാനും അതിയാനും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ മക്കളുടെ അവസ്ഥ, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, ദൈവവിചാരമില്ല. അങ്ങനെയല്ല. ഞാൻ ഇന്നലെ മുംബൈയിൽ നിന്ന് വന്നേ. അവിടെ ഒരു 180ഓളം യുവജനങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും വന്ന് ഒരു ദിവസം രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ അതുങ്ങൾ പള്ളിക്കകത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു. നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ, മുംബൈയിലെ യുവജനങ്ങൾ എല്ലാവരും കണ്ണുനീരോട് ആരാധന നടത്തി, വിശുദ്ധ കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇതാണ്. അതായത് ഇതുങ്ങളുടെ മാതാപിതാക്കൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്.
വചനം പറയുന്നത് എന്താണ്? യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 21 തിരുവചനം പറയുകയാണ്, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് കരുതി ഇപ്പം സങ്കടപ്പെടരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അധരങ്ങളിൽ സ്പർശിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ വർഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിക്ഷേപിക്കപ്പെടും. ആ വചനം ഈ മക്കളുടെയും അവരുടെ മക്കളുടെയും മേൽ പകരപ്പെടും. ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നില്ലെന്ന് തോന്നിയേക്കാം, പക്ഷെ വചനം പറയുകയാണ്, ആ സന്താനങ്ങളെയും അവരുടെ സന്താനങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഇതൊരു ഉടമ്പടിയായിട്ട് എടുത്തോളാൻ പറഞ്ഞു. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ പിന്നെ പിന്മാറത്തില്ല. ദൈവം, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ദൈവം അതിൽ നിന്ന് മാറത്തില്ല. വചനം പറയാണ്, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കൊച്ചു മക്കൾ വരെ അനുഗ്രഹിക്കപ്പെടും. അവരും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വന്ന ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. വലതുകരം ശക്തിയോട് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാവുന്നതിലും വലിയ ശക്തി, സ്വാധീനം പ്രാർത്ഥനയ്ക്കുണ്ട്. നോമ്പുകാലം പ്രാർത്ഥനയ്ക്ക് ഇനിയും ദൈവം തരുന്നത്, ഇപ്പോൾ ഒരു അധ്യായം ബൈബിൾ വായിക്കുന്നവർ 2 അധ്യായം വായിക്കണം. ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉറങ്ങി പ്രാർത്ഥിക്കുന്നവർ ഉറങ്ങാതെ പ്രാർത്ഥിക്കും. പ്രഭാത പ്രാർത്ഥന കൂടെ നടത്തണം. ബലിയർപ്പിക്കാനായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ബലിയർപ്പിച്ച് ദിവസങ്ങളിൽ രാവിലെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. വചനം കേൾക്കണം. ഒത്തിരി ടി വിയൊക്കെ കണ്ട് ഫേസ്ബുക്ക് ഒക്കെ തപ്പി വാട്സപ്പൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ കുറേ കൂടെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ബലപ്പെടാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഈ ആരാധനയിൽ ഒത്തിരി നിയോഗങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലാണ് റിമോട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് അത് നിയന്ത്രിക്കും. പലരുടെ വീടുകളിലെ കെട്ടുകൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചഴിക്കും. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പല ജീവിത പ്രശ്നങ്ങളെ പ്രാർത്ഥിച്ചു മാറ്റി.